അത്ര ശ്രേഷ്ഠരായ ആളുകളാണ്. ആ സ്ത്രീകളെ വില്ലത്തികളേക്കാൾ അമ്മായിമ്മയെ കൊല്ലാൻ മരുമകൾ കൊട്ടേഷൻ കൊടുക്കുന്ന, മരുമകളെ കൊല്ലുവാൻ അമ്മായിമ്മ കൊട്ടേഷൻ കൊടുക്കുന്ന സീരിയൽ ആ ദിവസം കാണുന്നേ. നിരന്തരമായി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചീത്ത ചിന്തകൾ വരും. കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുട്ടികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ശ്രദ്ധിക്കുക. അവരോട് പഠിക്കാനൊന്നും പറയണ്ട. നിങ്ങൾ ആ TV ഓഫ് ചെയ്തിട്ട് നമ്മൾ ഒരു പുസ്തകം എടുത്ത് വായിക്കുക. ഏതെങ്കിലും ഒരു പുസ്തകം ആയിക്കോട്ടെ. കമ്പിളികണ്ടത്തെ കൽഭരണികളാകാം, അതിൻ്റെ വിഷയത്തിൽ പോകുന്നില്ല. ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് നമ്മൾ നിരന്തരം ഒരാഴ്ച നമ്മൾ വൈകുന്നേരമായി 7 മണിയായി 8 മണിയായപ്പോൾ 1 മണിക്കൂർ പുസ്തകം എടുത്ത് വായിക്കുക. ഒരു മാസമായി, 1 വർഷമായി. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളോട് പഠിക്കാൻ പറയേണ്ടി വരുമോ? കുഞ്ഞുങ്ങൾ എന്താ പഠിക്കുന്നത്? നമ്മൾ വായിക്കുക അങ്ങോട്ട് ദിവസവും. ഒന്നെങ്കിൽ കൊച്ചുങ്ങൾ പഠിക്കുന്ന പുസ്തകമാകാം. കൊച്ചുങ്ങൾ പഠിക്കുന്ന പുസ്തകം എടുത്ത് പഠിക്കുമ്പോൾ ആ അറിവ് നമുക്കൂടെ കിട്ടി. അപ്പോൾ കൊച്ചിന് പഠിക്കാനേ, കൊച്ചിനാണെതിനെക്കുറിച്ചൊരു സംശയം അങ്ങോട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം, നമ്മുടെ വിശ്വസിക്കുന്ന ബൈബിൾ ഗ്രന്ഥമോ അല്ല മഹാഭാരതമോ അല്ലെങ്കിൽ അവനവൻ്റെ വിശ്വാസത്തിൽ ഗ്രന്ഥങ്ങളോ ചരിത്രമോ ഏതെങ്കിലും പുസ്തകം ദിവസവും 1 മണിക്കൂർ നമ്മൾ വായിക്കാൻ വേണ്ടി വൈകുന്നേരം കുട്ടികൾ പഠിക്കുന്നത് മാറ്റി വെക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ മക്കൾ ഒരിക്കലും നശിക്കില്ല. ജീവിതത്തിൽ കുട്ടികളെ രക്ഷിക്കുന്നതിന് ഏറ്റവും നല്ല വഴി വായനയാണ്. ആ വായിക്കുന്ന ഒരു കുട്ടിയും നശിക്കില്ല. അവൻ മൊബൈൽ ഫോൺ അഡിക്ഷൻ ആകില്ല, ലഹരി മരുന്നിൻ്റെ പുറകെ പോകില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരൻ പറയാനുള്ളത്, 1 മണിക്കൂറെങ്കിലും കുട്ടികൾ പഠിക്കുന്ന സമയത്ത് സീരിയൽ പോലെ ഒന്ന് വായിക്കാനും കൂടെ ശ്രമിച്ചാൽ ഈ ഇരിക്കുന്ന കുട്ടികൾ ഇവർ കഴിവുറ്റവരാണ്, ഏറ്റവും മിടുക്കന്മാരാണ്. അവരുടെ ഓരോരുത്തരെയും മുഖം കണ്ടറിയാം. അവരിലൊക്കെ നല്ല കഴിവുകളുണ്ട്. ആ കഴിവുകൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അതിലേക്ക് ശ്രദ്ധിക്കുവാൻ, അതിലേക്ക് മാറുവാൻ കഴിഞ്ഞാൽ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഇന്ന് IPS വിജയൻ സാറിൻ്റെ കാര്യമല്ല, അതിനേക്കാൾ മുകൾ നിലയെത്തും.